എല്ലാവർക്കും നമസ്കാരം. JRCM. എന്റെ പേര് യമുന. നമുക്കെല്ലാവർക്കും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുവാൻ ഒരുപാട് ഇഷ്ടമല്ലേ? പക്ഷേ സ്ട്രീറ്റ് ഫുഡ് പലപ്പോഴും സൗകര്യപ്രദവും രുചികരവുമാണെങ്കിലും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, തെറ്റായ ഭക്ഷണം കൈകാര്യം ചെയ്യൽ, മലിനീകരണ സാധ്യത എന്നിവ കാരണം അവ ആരോഗ്യത്തിന് കാര്യമായ അപകടങ്ങൾ സൃഷ്ടിക്കും. ഈ ഘടകങ്ങൾ ഭക്ഷ്യജന്യ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഈ ഭക്ഷണങ്ങളിൽ രുചി കൂട്ടുവാൻ ദക്ഷിണേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മസാലയാണ് ചാറ്റ് മസാല. അതെ, രുചി നൽകി നമുക്ക് നമ്മുടെ വീടുകളിലും സുഹൃത്തുക്കളുടെ ഇടയിലും സ്റ്റാർ ആകാം. ഇതാ RCM നൽകുന്ന സ്വച്ഛ ചാറ്റ് മസാല. മികച്ച ഗുണനിലവാരമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച സ്വച്ഛ ചാറ്റ് മസാല ഉപയോഗിച്ച് നിങ്ങളുടെ വിഭവങ്ങളിൽ ഒരു പ്രത്യേക രുചികൂട്ട് തയ്യാറാക്കാം. വൈവിധ്യമാർന്നതും കൃത്രിമ അഡിറ്റീവുകൾ ഇല്ലാത്തതുമായ ഇത് ഓരോ കഴിക്കലും അവിശ്വസനീയമാം വിധം രുചികരമാക്കുന്നു. ഗരം മസാല വിഭവത്തിന്റെ രുചിയും മണവും വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുകയും പ്രധാനമായും കറികളിലുമാണ് ഗരം മസാല ചേർക്കുന്നതെങ്കിൽ ചാറ്റ് മസാല വിഭവത്തിന്റെ രുചി വർദ്ധിപ്പിക്കുവാനും അവയെ കൂടുതൽ പുളിപ്പിക്കുവാനും മാത്രമാണ് ചേർക്കുന്നത്. ഇതിന്റെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് ഉണങ്ങിയ മാമ്പഴപ്പൊടി, കറുത്ത ഉപ്പ്, പുതിന, കച്ചരി, ജീരകം, മല്ലിയില, മഞ്ഞമുളക്, കുരുമുളക്, മാതള നാരങ്ങയുടെ വിത്ത്, പുളിയുടെ പൊടി, ഉണങ്ങിയ ഇഞ്ചി, കാരം വിത്ത്, ജാതിക്ക, ഗ്രാമ്പു, കായം എന്നിവയാണ്. ഇനി ഇവ ഓരോന്നിന്റെയും ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചേരുവയായ ഉണങ്ങിയ മാമ്പഴപ്പൊടി. ഇത് ഏത് വിഭവത്തിന്റെയും രുചി വർദ്ധിപ്പിക്കുന്ന ഒരു രുചികരമായ പഞ്ച് നൽകുകയും ചെയ്യുന്നു. ഇത് വിറ്റാമിൻ സിയുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും നല്ല ഉറവിടമാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കോശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. മലവിസർജനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും അസിഡിറ്റി, മലബന്ധം എന്നിവ ഒഴിവാക്കുന്നതിലൂടെയും ഇത് ദഹനത്തെ സഹായിക്കുന്നു. കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ ചേരുവയായ കറുത്ത ഉപ്പ് മണ്ണിന്റെ രുചിയും ദഹന ഗുണങ്ങളും നൽകുന്നു. കാല നമാക് എന്ന് അറിയപ്പെടുന്ന കറുത്ത ഉപ്പ് ഒരു പ്രത്യേക സൾഫറസ് സുഗന്ധവും രുചിയുമുള്ള ഒരു തരം പാറ ഉപ്പാണ്. ഇത് വിവിധ പാചക രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നിരവധി ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇത് ദഹനത്തെ സഹായിക്കുകയും നെഞ്ചരിച്ചിൽ, വയറ് വീർത്തുമുട്ടുക ഇവ കുറയ്ക്കുകയും ആരോഗ്യമുള്ള മുടിയും ചർമ്മവും നൽകുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ചേരുവയായ പുതിന ഉന്മേഷദായകമായ സുഗന്ധം നൽകുന്നു. തണുപ്പിക്കൽ ഫലമുണ്ടെന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പുതിന ഇലകൾ പോഷകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും സമ്പന്നമായ ഉള്ളടക്കം കാരണം വൈവിധ്യമാർന്ന ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ദഹനത്തെ സഹായിക്കുവാനും ഓക്കാനം ഒഴിവാക്കുവാനും ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പുതിന സഹായിക്കുന്നു. നാലാമത്തെ ചേരുവയായ കച്ചരി ഒരു നാടൻ വെള്ളരിയാണ്. ഇതിനെ കാട്ടുതണ്ണിമത്തൻ, നാടൻ വെള്ളരി എന്നൊക്കെ അറിയപ്പെടുന്നു. പോഷക സമൃദ്ധമായ ഉള്ളടക്കവും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും കാരണം നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇത് നൽകുന്നുണ്ട്. ദഹനത്തെ സഹായിക്കുവാനും വിശപ്പ് മെച്ചപ്പെടുത്തുവാനും ദഹനക്കേട്, മലബന്ധം തുടങ്ങിയ അവസ്ഥകളെ നിയന്ത്രിക്കുവാനും ഇതിന് കഴിയും. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അണുബാധകൾക്കെതിരെ പോരാടുവാനും കച്ചരി സഹായിക്കും. കൂടാതെ ചൊറിച്ചിൽ, ചർമ്മ പ്രശ്നങ്ങൾ ഇവ പരിഹരിക്കുവാൻ ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. അഞ്ചാമത്തെ ചേരുവയായ ജീരകം, ജീര എന്നും അറിയപ്പെടുന്ന ജീരകം ദഹനത്തെ സഹായിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ഉപാപചയം മെച്ചപ്പെടുത്തുകയും ശരീരഭാരം നിയന്ത്രിക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് സഹായിക്കുകയും തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഇരുമ്പിന്റെ നല്ല ഉറവിടമാണ്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്ന പോളിഫെനോൾസ്, ഫ്ലവനോയിഡുകൾ തുടങ്ങിയ ഗുണകരമായ സസ്യ സംയുക്തങ്ങൾ ജീരകത്തിൽ അടങ്ങിയിരിക്കുന്നു. ആറാമത്തെ ചേരുവയായ മല്ലിയില, കൊത്തമല്ലി എന്നും അറിയപ്പെടുന്ന
മല്ലി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു വൈവിധ്യമാർന്ന സസ്യമാണ്. ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഇത് ദഹനത്തെ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും കുറയ്ക്കുകയും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. മല്ലി വിറ്റാമിൻ സിയുടെയും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളുടെയും നല്ല ഉറവിടമാണ്. മല്ലിയിലയിലെ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മല്ലിസത്തിൽ തലച്ചോറിന്റെ കോശങ്ങളെ സംരക്ഷിക്കുവാനും തലച്ചോറിന്റെ കേടുപാടുകൾ കൈകാര്യം ചെയ്യുവാനും സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട്. മല്ലി ഒരു സ്വാഭാവിക വിഷവിമുക്ത ഏജന്റായി പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തെ ഭാരമേറിയ ലോഹങ്ങളെയും മറ്റും വിഷവസ്തുക്കളെയും ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു. ഏഴാമത്തെ ചേരുവയായ മഞ്ഞമുളക്. മഞ്ഞമുളകിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന വിറ്റമിൻ സിയുടെയും കോശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കരോട്ടിനോയിഡുകളും പോലെയുള്ള ആന്റി ഓക്സിഡന്റുകളുടെയും നല്ല ഉറവിടമാണിത്. വേദന ശമിപ്പിക്കുന്നതിനും ഉപാപചയം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഗുണങ്ങൾക്ക് പേരുകേട്ട കാപ്സൈസിനും അവയിൽ അടങ്ങിയിട്ടുണ്ട്. എട്ടാമത്തെ ചേരുവയായ കുരുമുളക്. ഇത് ആന്റി ഓക്സിഡന്റും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും സമ്പന്നമായതിനാൽ കറുത്ത കുരുമുളക് വൈവിധ്യമാർന്ന ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ദഹനത്തെ സഹായിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും ക്യാൻസർ പ്രതിരോധം, വീക്കം തടയുവാനും നൽകുന്ന ഒരുപാട് ഗുണങ്ങൾ ഇതിന് ഉണ്ട്. ചർമ്മ ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും. കൂടാതെ പോഷകങ്ങളുടെ ആഗീകരണം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു. ഒമ്പതാമത്തെ ചേരുവയായ മാതള നാരങ്ങയുടെ വിത്ത്. മാതള നാരങ്ങയുടെ വിത്തുകളുടെയും അവയുടെ ജ്യൂസിന്റെയും സാധ്യതയുള്ള ഗുണങ്ങളിൽ ഹൃദയം, കുടൽ, ചർമ്മ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഓർമ്മശക്തി, സന്ധിവേദന കുറയ്ക്കുകയും തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക സമ്പുഷ്ടമായ വീക്കം കുറയ്ക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുകയും. മാതള നാരങ്ങയുടെ വിത്ത് പോഷക സമ്പുഷ്ടമായതാണ്. ഇത് വീക്കം കുറയ്ക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുകയും കുടലിന്റെ ആരോഗ്യം പിന്തുണയ്ക്കുകയും ചർമ്മ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും ക്യാൻസർ വിരുദ്ധ സംരക്ഷണം നൽകുകയും സന്ധിവേദന കുറയ്ക്കുകയും അണുബാധ തടയുകയും മൂത്രാശയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും വ്യായാമ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പത്താമത്തെ ചേരുവയായ പുളിയുടെ പൊടി. പുളിപ്പൊടി ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ഇതിൽ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഹൃദയ ആരോഗ്യവും കൊളസ്ട്രോളും മെച്ചപ്പെടുത്തും. ഇത് കരൾ സംരക്ഷണ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വാഭാവിക ആന്റി മൈക്രോബൽ ഗുണങ്ങൾ നൽകുന്നു. പ്രമേഹ വിരുദ്ധ ഫലങ്ങളും ഇത് നൽകുന്നുണ്ട്. 11ാമത്തെ ചേരുവയായ ഉണക്ക ഇഞ്ചി. ഉണങ്ങിയ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് എന്ന് അറിയപ്പെടുന്ന ഉണക്ക ഇഞ്ചി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ഇത് ദഹനത്തെ സഹായിക്കുകയും വീക്കം കുറയ്ക്കുകയും ജലദോഷം, ചുമ എന്നിവയുടെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മെറ്റാബോളിസം മെച്ചപ്പെടുത്തുവാനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഓക്കാനം, ചലനരോഗം തുടങ്ങിയവയ്ക്കും ഇത് നല്ലതാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലും ഉണക്ക ഇഞ്ചി ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. 12ാമത്തെ ചേരുവയായ കാരം വിത്ത്. അജ്വൈൻ അല്ലെങ്കിൽ ഐമോദകം എന്ന് അറിയപ്പെടുന്ന കാരം വിത്തുകൾ വൈവിധ്യമാർന്ന ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ദഹനത്തെ സഹായിക്കുന്നതിനും അവയുടെ ദഹന ഗുണങ്ങൾ ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ് എന്നിവയിൽ പ്രവർത്തിക്കുന്നു. ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇവ അറിയപ്പെടുന്നു. ജലദോഷം, ചുമ, തലവേദന എന്നിവയ്ക്കും ജലദോഷം, ചുമ, തലവേദന എന്നിവ ചികിത്സിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. കാരം വിത്തുകൾക്ക് വീക്കം വിരുദ്ധ ഗുണങ്ങൾ ഉണ്ട്. കൂടാതെ സന്ധിവാതം, സന്ധിവേദന തുടങ്ങിയ വീക്കം ഒഴിവാക്കുവാനും ഇവ സഹായിക്കുന്നു. കാരം വിത്തുകൾക്ക് വാക്കാലുള്ള ആരോഗ്യം പാലിക്കുന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉണ്ട്. കാരം വിത്തുകൾ രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. അവ മെറ്റാബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി 13ാമത്തെ ചേരുവയായ ജാതിക്ക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്ന പോഷകങ്ങളുടെ ഒരു കലവറയാണ് ജാതിക്ക. ഈ സുഗന്ധ വ്യഞ്ജനത്തിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, ചെമ്പ്,
വിറ്റാമിൻ B6 എന്നിവയുൾപ്പെടെ നിരവധി അവശ്യധാതുക്കളും വിറ്റാമിനുകളും ജാതിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങൾ മുതൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ വരെയുള്ള വിവിധ രോഗങ്ങൾ ചികിത്സിക്കുവാൻ പരമ്പരാഗതമായി പ്രകൃതിദത്ത വൈദ്യത്തിൽ ജാതിക്ക ഉപയോഗിക്കുന്നു. വീക്കം കുറയ്ക്കുവാനും തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനുമുള്ള കഴിവ് ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ജാതിക്കയ്ക്ക് ഉണ്ടെന്ന് ആധുനിക ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജാതിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് അതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാണ്. ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഫ്രീ റാഡിക്കൽ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുവാൻ ഈ ഗുണങ്ങൾ സഹായിക്കും. 14ാമത്തെ ചേരുവയായ ഗ്രാമ്പൂ. സുഗന്ധമുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പൂ. അവയുടെ സമ്പന്നമായ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ കാരണം വൈവിധ്യമാർന്ന ആരോഗ്യ ഗുണങ്ങൾ ഇത് നൽകുന്നു. ദഹനത്തെ സഹായിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വായയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുവാനും ശ്വസന അസ്ഥി ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇവയ്ക്ക് കഴിയും. 15ാമത്തെ ചേരുവയായ കായം. ദഹനത്തെ സഹായിക്കുക, ശ്വസന പ്രശ്നങ്ങൾ ഒഴിവാക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക തുടങ്ങിയ നിരവധി ആരോഗ്യ ഗുണങ്ങൾ കായം നൽകുന്നു. ഇത് അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബയൽ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇനി നമുക്ക് സ്വച്ഛ ചാറ്റ് മസാലയുടെ സവിശേഷതകൾ നോക്കാം. മികച്ച ഗുണനിലവാരമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചാണ് സ്വച്ഛ ചാറ്റ് മസാല നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചേർത്താൽ എല്ലാ വിഭവവും രസകരവും രുചികരവുമാക്കുന്നു. വായയിൽ വെള്ളമൂറുന്ന എരിവുള്ള രുചിപ്രദമായി ഉപയോഗിക്കുവാനുള്ള വ്യത്യസ്ത വഴിയാണ് ഇത്. ആലു ടിക്കി, ചാറ്റ്, ഫ്രൂട്ട് ചാറ്റ്, ദബേലി, പനീർ ടിക്ക, സേവ് പൂരി, ബേൽപൂരി, പാനിപൂരി, ദഹിബല്ല അല്ലെങ്കിൽ ദഹിപൂരി, സലാഡുകൾ ഈ വിഭവങ്ങളിൽ വിതറി ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാറ്റ് മസാല എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഗുണനിലവാരവും GMP മാനദണ്ഡങ്ങളും വിദഗ്ധ മേൽനോട്ടവും നിർമ്മാണ പ്രക്രിയയിൽ പാലിക്കുന്നുണ്ട്. ഇത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ വൃത്തിയുള്ളതും തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. തുറന്നു കഴിഞ്ഞാൽ വായു കടക്കാത്ത പാത്രത്തിൽ മാറ്റുക. ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നിർമ്മാണ തീയതി മുതൽ 12 മാസത്തിന് മുൻപ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടുകളിലും സുഹൃത്തുക്കളുടെ ഇടയിലും സൂപ്പർ സ്റ്റാർ ആകുവാൻ സ്വച്ഛ ചാറ്റ് മസാല വേഗം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.